ബീറ്റ തലാസ്മിയ മേജർ, അതായത് അതൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസീസാണ്. ഓട്ടോസോമൽ റിസസീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും അതിൻ്റെ കാരിയറാണെങ്കിൽ, അതായത് അവരുടെ ജീനിനകത്ത് ആ അസുഖം ഉണ്ടാകാനുള്ള ജനിതക മാറ്റം അവരുടെ രണ്ടുപേരുടെയും ശരീരത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനും ഉണ്ടാകുന്ന അസുഖമാണ് ഈ ബീറ്റ തലാസ്മിയ മേജർ എന്ന് പറയുന്നത്. മൈനറും ഉണ്ട്, പക്ഷേ മേജറാണ് അതിനകത്ത് സിംറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഗ്ലോബിൻ ആൻഡ് ഹീമോ കൂടി ചേർന്നാണ്. അത് പ്രോട്ടീൻ പാർട്ടാണ് ഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഗ്ലോബിൻ്റെ ഗ്ലോബിനോജൻ എന്ന് പറയും. ഈ ഗ്ലോബിനോജൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഹീമോഗ്ലോബിൻ ബോഡിയിൽ ആവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ബീറ്റ തലാസ്മിയ മേജർ എന്ന് പറയുന്നത്. ഇൻഹെറിറ്റഡ് ഡിസോർഡറാണ്, അതായത് മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് വരുന്നതാണ്. ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഗ്ലോബിനോജൻ എന്ന് പറയുന്ന ഈ എൻസൈംസ്, ഈ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അങ്ങനെ ഹീമോഗ്ലോബിൻ ആവശ്യത്തിനില്ലാത്തത് കൊണ്ട് ബോഡിക്ക് ആവശ്യത്തിന് ഓക്സിജനെ കൈമാറാനുള്ള, ബോഡി ടിഷ്യൂവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഓക്സിജനെ കൈമാറാനുള്ള ശേഷി ഈ ബ്ലഡിനില്ലാതെ വരുന്ന അവസ്ഥയാണ് ഇത്. അതിൻ്റെ ഫലമായിട്ട് അനീമിയ ഉണ്ടാകും. ഇതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത. പിന്നെ കൂലീസ് അനീമിയ എന്നും ഇതിന് പേര് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസിഡൻസ്, ഇത് ആർക്കൊക്കെയാണ് കൂടുതലുണ്ടാകുന്നത്? കൂടുതലായിട്ട് മിഡിൽ ഈസ്റ്റിലും മെഡിറ്ററേനിയൻ ആൾക്കാരിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ. മെഡിറ്ററേനിയൻ എന്ന് പറയുമ്പം ഇറ്റലി, ഗ്രീസ്, സൈപ്രസ്, തുർക്കി ഇതുപോലുള്ള രാജ്യങ്ങളിലുള്ളവർക്കാണ് ഇതിൻ്റെ അസുഖങ്ങൾ കൂടുതൽ കാണിക്കുന്നത്. പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ളവർക്കും ഈ അസുഖം കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഒന്ന്, ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിക്സ് ടെസ്റ്റ്. ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിക്സ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് നടത്തുക. അതും സിക്കിൾ സെൽ അനീമിയയിലും ഈ ടെസ്റ്റ് തന്നെയാണ് നടത്തുന്നത്. ഈ ടെസ്റ്റ് നടത്തിയാണ് ഈ അണുക്കളെ കണ്ടുപിടിക്കുന്നത്. ഈ രീതിയിലുള്ള ഹീമോഗ്ലോബിനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ അയൺ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അയണിൻ്റെ കുറവ് ബോഡിയിൽ ഉണ്ടാവും. അപ്പം സെറം 13 ലെവൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അയൺ മിക്കവാറും ഓവർലോഡാണ്. എന്നാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവും അയണിൻ്റെ അളവ് കൂടുതലുമായിട്ടാണ് ബോഡിയിൽ കിടക്കുന്നത്. കാരണം നശിച്ചു പോകുന്ന ഹീമോഗ്ലോബിനിൽ നിന്നെല്ലാം ഈ അയൺ റിലീസ് ആയിക്കൊണ്ടിരിക്കും. ആ അയൺ ബോഡിയിൽ ഓവർലോഡായിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ ജെനറ്റിക് സ്റ്റഡി, അതായത് ജീൻ ജീനെക്കുറിച്ച് പഠിക്കുക. കാരണം ഇതേ ലക്ഷണം ജീൻ മ്യൂട്ടേഷൻ എങ്ങനെയുണ്ട് എന്ന്, ഈ മ്യൂട്ടേഷന് കാരണമായ ജീനാണോ ബോഡിയിലുള്ളത് എന്ന് പരിശോധിച്ച് നോക്കുകയാണ്. പിന്നെ CBC4 അനീമിയ, കാരണം അനീമിയയുടെ കാര്യം ഹെമറ്റോക്രിറ്റിൻ്റെ അളവൊക്കെ അറിയാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഇതൊക്കെയാണ് ഇതിന് നടത്തുന്ന പ്രധാന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ. പിന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ്, എന്തെല്ലാം ലക്ഷണങ്ങളാണ് അനീമിയയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. കാരണം അനീമിക്കാണ്. അപ്പം കൊച്ചിന് 6-ാം മാസം തൊട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. സിവിയർ അനീമിയാണ്. അപ്പോൾ അനീമിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇതിന് കാണിച്ചു കൊടുക്കും. ഹീമോലൈസ് അസോസിയേറ്റഡ് ജോണ്ടിസ്, അതായത് ബോഡിയിൽ ഹീമോഗ്ലോബിൻ അമിതമായിട്ട് ഉണ്ടാക്കി നശിച്ചു പോകുന്ന അവസ്ഥയായതുകൊണ്ട് ഹീമോലൈസിസിൻ്റെ ഭാഗമായിട്ട് ഓവറായിട്ട് അയൺ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക, ഹീമോഗ്ലോബിൻ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക, നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പം ജോണ്ടിസ്, ബിലൂറുബിൻ്റെ അളവ് ബോഡിയിൽ കൂടി ജോണ്ടിസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. പിന്നെ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാവും. കാരണം ആവശ്യത്തിന് സെല്ലിന് ഗ്രോത്ത് കിട്ടാതെ, ന്യൂട്രീഷൻ കിട്ടാതെ
അതായത് ഓക്സിജൻ കിട്ടാതെ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാവും. പിന്നെ സ്കെൽറ്റൽ ഡിഫോമിറ്റി, അതായത് എല്ലുകൾക്കൊക്കെ ഡിഫോമിറ്റി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ചിപ്പ് മങ്ക് ഫേസ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ ബോണല്ലേ, ഈ ഫ്രണ്ടൽ ബോൺ ഒരുപാട് പൊങ്ങിയും ഈ മാക്സിലറി ബോൺ ഇങ്ങനെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കും, ഇങ്ങനെ വീർത്ത് ഇവിടെ ചെറുതായിട്ട് നിൽക്കും. അപ്പം അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ഉണ്ടാവും. അതിന് ചിപ്പ് മങ്ക് അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. പിന്നെ ഹെപ്പാറ്റോ മെഗാലി ഉണ്ടാവും, ഹെപ്പാറ്റോ സ്പ്ലീനോ മെഗാലി, അതായത് സ്പ്ലീനിലേക്ക് ഒരുപാട് ബ്ലഡ് വന്ന് സ്പ്ലീനിൽ ഓവർ വർക്ക് ചെയ്യുക. അപ്പം സ്പ്ലീൻ ഓവർ വർക്ക് ചെയ്ത് ടയേർഡായി സ്പ്ലീൻ വീർക്കും. സ്പ്ലീൻ വീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെപ്പാറ്റോ മെഗാലി ഉണ്ടാവും. ഹെപ്പാറ്റിലേക്കുള്ള ബ്ലഡിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി അവിടെ ഹെപ്പാറ്റോ മെഗാലി ഉണ്ടാവും. അപ്പോൾ ഹെപ്പാറ്റോ സ്പ്ലീനോ മെഗാലി ഹീമോലൈസിസിൻ്റെ ഓവർ പ്രൊഡക്റ്റ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ മൈക്രോലൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ എന്നാണ് ഇതിന് പറയുന്നത്. ഈ അനീമിയ പൊതുവെ എങ്ങനെയാണ് പറയുന്നത്? പിന്നെ അയൺ ഓവർലോഡ്, കാരണം ഹീമോലൈസിസ് ഉണ്ടായി ഗ്ലോബിലിനെല്ലാം ഫിൽട്ടർ ചെയ്ത് പോകുമ്പം അയൺ എന്ന് പറയുന്ന സംഭവം ബോഡിയിൽ ഒരുപാട് എമൗണ്ട് കൂടുക. കാരണം ആവശ്യത്തിന് ബോഡിക്ക് വേണ്ട, ബോഡി എടുക്കുന്നില്ല. ഒപ്പം ഹീമോലൈസിസിലൂടെ ഓവറായിട്ട് അയൺ പുറത്തേക്ക് വരുന്നു. അങ്ങനെ വരുന്ന അയൺ പിന്നെ എന്തെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പം അങ്ങനെയും അയൺ ചെന്ന് ആർ ബി സിക്കകത്ത് അയൺ നന്നായിട്ടുള്ളതുകൊണ്ട് അങ്ങനെയും ചെന്ന് അയണിൻ്റെ ഓവർലോഡ് ബോഡിയിലുണ്ടാവും. അയണിൻ്റെ ഡോസ് ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹെപ്പാറ്റിക് മെഗാലിയും ലിവർ സിറോസിസും ഉണ്ടാകാനുള്ള ഹാർട്ട് ഫെയിലിയർ, ലിവർ സിറോസിസ് മുതലായ സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്യൂബർട്ടി ഡിലേഡ് ആകാൻ കാരണം എന്നാ? ആവശ്യത്തിന് അയൺ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഗ്രോത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. കാരണം എല്ലാ ടിഷ്യൂവിൻ്റെയും ഓക്സിജൻ്റെ ഫ്ലറിഷ്മെൻറ്റിന് പ്രവർത്തിക്കുന്ന സാധനമാണ്, അതിവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാവും. പിന്നെ ഇൻ്റർവെൻഷൻ എന്തെല്ലാം ചെയ്യണം? അനീമിയയാണ്. അപ്പോൾ അനീമിയയുടെ ഭാഗമായിട്ട് ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യണം. PRBC 2 to 4 വീക്കിനുള്ളിൽ നമ്മൾ ചെക്ക് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. HB മെയിൻറ്റെയിൻ ചെയ്യണം. ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ് കൊടുക്കണം. അയൺ ചീലിയേറ്റിംഗ് തെറാപ്പി, അയൺ ചീലിയേറ്റിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മെഡിസിനുകൾ കൊടുക്കുകയാണ്. അതായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡെഫ്രോക്സാമിൻ IV-യും സൈറോക്സ് എന്ന് പറയുന്ന ഓറൽ മെഡിസിനും. സിറോക്സ് എന്ന് പറയുന്ന ഓറൽ മെഡിസിനും. എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അയൺ ഒരുപാടുണ്ട്. അപ്പം ബോഡിയിൽ ഓവറായിട്ട് കിടക്കുന്ന അയൺ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ആയി പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന, അയൺ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണത്. പിന്നെ സെറം ലെവൽ മോണിറ്റർ ചെയ്യണം ബോഡിയിൽ. പിന്നെ സ്പ്ലീനെക്ടമി, അതായത് സ്പ്ലീനെക്ടമി ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഹൈപ്പർ സ്പ്ലീനൈസേഷൻ എന്ന് പറയും. അതായത് ഓവർ ആക്ടിവിറ്റി ഓഫ് സ്പ്ലീൻ. കാരണം സ്പ്ലീന് ഓവർ ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുള്ളൊരു അസുഖമാണിത്. അപ്പം സ്പ്ലീൻ ഓവർ ആക്റ്റീവ് ചെയ്യാൻ ബാക്കിയുള്ള ഓർഗനേക്കാൾ കൂടുതലായിട്ട് സ്പ്ലീൻ ആക്റ്റീവ് ആകുമ്പം എന്ത് ചെയ്യുന്ന ഹീമോലൈസിസ് ഉണ്ടാവും, എക്സസീവ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ബ്ലഡ് സെൽസ്. അപ്പം ഹീമോലൈസിസ് ഉണ്ടായി നോർമലായ RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഇതെല്ലാം ബോഡിയിൽ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പാൻസൈറ്റോമിയ ഉണ്ടാകും. കാരണം വരുന്നതിനെല്ലാം സ്പ്ലീൻ ഓവർ റിയാക്റ്റീവ് ആയത്, ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് സ്പ്ലീൻ എല്ലാത്തിനെയും നശിപ്പിച്ച് കളയും. അപ്പം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ടി വരും. പിന്നെ ആഫ്റ്റർ സ്പ്ലീനെക്ടമി സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ PCV വാക്സിനേഷൻ പേഷ്യൻറ്റിന് കൊടുക്കണം.
എന്താണെന്ന് വെച്ചാൽ എല്ലാ മൈക്രോ ഓർഗാനിസത്തെയും ഡിസ്ട്രക്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് സ്പ്ലീനിൽ വെച്ചാണ്. മൈക്രോ ഓർഗാനിസം ടെറ്റനസ് അണുക്കളെയല്ല. അപ്പം സ്പ്ലീൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെറ്റനസ് അണുക്കളെ ഫിൽട്ടർ ചെയ്യാനുള്ള പരിപാടി ബോഡിക്കില്ല. അപ്പോൾ നമ്മൾ TT ഇഞ്ചക്ഷൻ പേഷ്യൻറ്റിന് കൊടുത്ത് പേഷ്യൻറ്റിനെ സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതിന് കൊടുക്കുന്ന വേറൊരു തെറാപ്പിയാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണെന്ന് വെച്ചാൽ പാൻസൈറ്റോമിക് അറ്റാക്ക് സ്റ്റേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷനും പേഷ്യൻറ്റിന് ചെയ്ത് കൊടുക്കണം. കാരണം പാൻസൈറ്റോമിക് അറ്റാക്കൊക്കെ ഉണ്ടായേക്കുക. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അയൺ ഓവർലോഡാണ്. അനീമിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനീമിയ ഉണ്ട്. കാരണം ആവശ്യത്തിന് ഹീം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഗ്ലോബിനോജൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് അനീമിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനീമിയ ഉണ്ട്. പക്ഷേ അയൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബോഡി മുഴുവൻ അയണാണ്. എന്ന് വെച്ചാൽ ആവശ്യത്തിന് അയൺ എടുക്കാനുള്ള മെക്കാനിസം ഇവിടെ ഇല്ലതാനും ഈ സ്പ്ലീനോ ഹൈപ്പർനൈസേഷൻ കാരണം ഒരുപാട് RBC ഡിസ്ട്രക്റ്റഡ് ആയിട്ട് അതിൻ്റെ അതിൻ്റെ അയൺ ബോഡിയിൽ ഡിപ്പോസിറ്റഡ് ആവുകയും ചെയ്യും. അപ്പം അതിനെ റിസീവ് ചെയ്യാനായിട്ട് ഒരു മെക്കാനിസം ഇല്ലതാണ്. അപ്പം അങ്ങനെ അയൺ ഓവർലോഡ് ബോഡിയിൽ ഉണ്ടാകും. പിന്നെ ഡിഫോറാക്സാമിൻ എന്ന് പറയുന്ന ഈ മെഡിസിന് ഒരു ഓട്ടോടോക്സിസിറ്റി എന്ന് പറയുന്നൊരു സൈഡ് എഫക്റ്റും കൂടി ഉള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കണം IV ഇൻഫ്യൂഷൻ കൊടുക്കുമ്പോൾ. ഇതാണ് ബീറ്റ തലാസ്മിയ മേജർ എന്നതിനെക്കുറിച്ച് ഉള്ള പൊതുവായ കാര്യങ്ങൾ.